ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിൽ കേരളം ഇന്ത്യക്ക് തന്നെ മാതൃകയാണ് എന്ന അവകാശവാദത്തെക്കുറിച്ച് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയ വിചിത്ര പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോളുകൾക്കാണ് ഇടയാക്കിയത്. വിദേശത്തടക്കം വിദ്യാഭ്യാസം നേടിയ ഉന്നതമായ ജോലിയുണ്ടായിരുന്ന ഒരാളാണ് കേട്ടാൽ തന്നെ ചിരിവരുന്ന ഹിമാലയൻ മണ്ടത്തരം പറഞ്ഞിരിക്കുന്നത് എന്നാണ് പലരും ഇതിനെ വിമർശിച്ചത്. ഇനി എന്താണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് എന്നും അതിന്റെ വസ്തുത എന്താണ് എന്നും പരിശോധിക്കാം. രാജ്യത്ത് തന്നെ ഒന്നാമതാണ് കേരള ആരോഗ്യരംഗം എന്ന് അവകാശപ്പെടുന്ന സർക്കാർ ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ ശിശുമരണ നിരക്കാണ്. ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിൽ കേരളം ഇന്ത്യക്ക് തന്നെ മാതൃകയാണ് എന്ന അവകാശവാദത്തെക്കുറിച്ചായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ വിചിത്ര പ്രസ്താവന. കേരളത്തിൽ ശിശുമരണ നിരക്ക് കുറയുന്നതിന് കാരണം യുവാക്കൾ വിദേശത്തേക്ക് കുടിയേറി അവിടെ വെച്ച് പ്രസവിക്കുന്നത് കൊണ്ടാണ് എന്നാണ് രാജീവ് ജിയുടെ കണ്ടെത്തൽ. എന്താണ് ഇതിന്റെ വസ്തുത? കേരളത്തിൽ നിന്ന് യുവാക്കൾ വിദേശത്തേക്ക് കുടിയേറുന്നുണ്ട് എന്നത് വസ്തുത തന്നെയാണ്. എന്നാൽ അതുകൊണ്ടാണോ ശിശുമരണ നിരക്ക് കേരളത്തിൽ കുറയുന്നത്? ഉറപ്പിച്ചു തന്നെ പറയാം, അല്ല. രാജീവ് ചന്ദ്രശേഖരന്റെ കണ്ടെത്തൽ വെറും വിഡ്ഢിത്തം മാത്രമാണ് എന്ന് പറയേണ്ടി വരും. അത് വിശദമാക്കണമെങ്കിൽ ആദ്യം എന്താണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് അഥവാ ശിശുമരണ നിരക്ക് എന്നറിയണം. ഒരു വർഷം ഒരു സംസ്ഥാനത്ത് ജനിക്കുന്ന 1000 കുട്ടികളിൽ എത്ര കുട്ടികൾ മരിക്കുന്നു എന്ന കണക്കാണ് ശിശുമരണ നിരക്ക്. കേരളത്തിൽ ഇത് 1000-ന് 5 എന്നാണ് കണക്ക്. അതായത് കേരളത്തിൽ ഒരു വർഷം 1000 കുട്ടികൾ ജനിക്കുന്നുണ്ട് എങ്കിൽ അതിൽ 5 കുട്ടികൾ മാത്രമാണ് മരണപ്പെടുന്നത് എന്ന് വെച്ചാൽ ബാക്കി 995 കുഞ്ഞുങ്ങളും ജീവിക്കുന്നുണ്ട് ഒരു കുഴപ്പവുമില്ലാതെ എന്നാണ് അർത്ഥം. ഇനി കേരളത്തിന് ശിശുമരണ നിരക്കിൽ എത്രാം സ്ഥാനമാണ് ഉള്ളത്? 3-ാം സ്ഥാനം. തൊട്ടു മുന്നിൽ 1004 മരണങ്ങളുള്ള ലഡാക്കും ഒന്നാമത് 1003 മരണമുള്ള മണിപ്പൂരുമാണ്. അപ്പോൾ പിന്നെ മറ്റ് സംസ്ഥാനങ്ങളുടെ കഥ എന്താണ്? തൊട്ടയൽപക്കത്തെ 2 സംസ്ഥാനങ്ങളുടെ കണക്ക് തന്നെ എടുക്കാം. ഒന്ന്, ഏറെക്കാലം ബി.ജെ.പി. ഭരിച്ച കർണാടക. കർണാടകയിലെ ശിശുമരണ നിരക്ക് 1000-ന് 14 എന്നാണ്. തമിഴ്നാട്ടിൽ 12. കഴിഞ്ഞില്ല. ബി.ജെ.പി. ഭരിക്കുന്ന വർഷങ്ങളോളം നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തിൽ 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 23 കുട്ടികളും മരണപ്പെടുന്നുണ്ട്. രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ശിശുമരണ നിരക്കുള്ള സംസ്ഥാനങ്ങളിൽ മുൻപന്തിയിലുള്ളത് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളാണ്. എല്ലാം ബി.ജെ.പി. ഭരിക്കുന്നവ. മധ്യപ്രദേശിൽ 41 മുതൽ 51 വരെ കുട്ടികൾ മരിക്കുമ്പോൾ ഉത്തർപ്രദേശിൽ അത് 41 മുതൽ 57 വരെയും ഛത്തീസ്ഗഡിൽ 37 മുതൽ 40 വരെയുമാണ്. ഒഡീഷയിൽ 57-ഉം അസമിൽ 40 വരെ കുട്ടികളും മരണപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് സംസ്ഥാനങ്ങളുടെ കണക്ക്. ദേശീയ ശരാശരി പോലും ഇക്കാര്യത്തിൽ 25 എന്നതാണ് കണക്ക്. വസ്തുത ഇതായിരിക്കെ എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾ ഇങ്ങനെ പറയാൻ കാരണം എന്നറിയില്ല. ദേശീയ ശരാശരി പോലും 25 എന്നിരിക്കെ കേരളത്തിൽ അത് വെറും 5 എന്നത് ഓരോ കേരളീയനും അഭിമാനിക്കുകയല്ലേ വേണ്ടത്? ആ സ്ഥാനത്താണ് കേരളത്തെ അവഹേളിക്കുന്ന രീതിയിൽ ഇത്തരമൊരു പ്രസ്താവന രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് എന്നതാണ് ഏറെ കൗതുകകരം. ദേശീയ തലത്തിൽ നോക്കിയാൽ ബി.ജെ.പിയുടെ തന്നെ പല നേതാക്കളും ഇത്തരം വിചിത്ര മണ്ടത്തരങ്ങൾ പറയുന്നവരാണ് എങ്കിലും കേരളത്തിൽ അത്തരം നേതാക്കൾ കുറവാണ്. ഇനി ശിശുമരണ നിരക്ക് കുറയുന്നതിന് കാരണമായി അദ്ദേഹം അടിവരയിട്ട് പറയുന്ന കാര്യം കേരളത്തിൽ നിന്ന് യുവാക്കൾ കുടുംബമടക്കം വിദേശത്ത് പോയി സെറ്റിലാകുന്നത് കൊണ്ടാണ് എന്നാണ്. ശിശുമരണ നിരക്കും ഇതും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കേരളത്തിന് പുറത്തു പോകുന്നവർ അവിടെ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചാൽ പോലും അതൊന്നും കേരളത്തിന്റെ കണക്കിൽ വരില്ല. മാത്രമല്ല, ഐക്യ കേരളം രൂപീകരിക്കപ്പെടുന്ന കാലത്തെ ശിശുമരണ നിരക്കാണോ ഇന്നുള്ളത്? 1950-ൽ കേരളത്തിന്റെ ശിശുമരണ നിരക്ക് 1120-ന് മുകളിലായിരുന്നു എന്ന് വെച്ചാൽ 12%. 7.5 പതിറ്റാണ്ടിനിപ്പുറം ആ കണക്ക് 5-ലേക്ക് കുറച്ചുവെങ്കിൽ അത് കേരളത്തിന്റെ നേട്ടമല്ലേ? അതിനെ വില കുറച്ച് കാണുന്നത് സ്വന്തം നാടിനെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ? അങ്ങനെ നോക്കിയാൽ ഒരർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖർ ചെയ്തത് അതുതന്നെയല്ലേ? പല കേന്ദ്രങ്ങളിൽ നിന്നും കേരളത്തെ ബോധപൂർവം മോശമാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. ഇതും അതിന്റെ ഭാഗമായി കാണേണ്ടി വരും. കേരളത്തിൽ നിന്ന് യുവാക്കൾ പുറം നാടുകളിലേക്ക് പോകുന്നു, ഇതര സംസ്ഥാനക്കാർ കേരളത്തിലേക്ക് തള്ളിക്കയറി വരുന്നു എന്നാണ് കേരളത്തെക്കുറിച്ച് നടക്കുന്ന മറ്റൊരു പ്രചാരണം. ഏറ്റവും അധികം യുവാക്കൾ വിദേശത്തേക്ക് പോയി സെറ്റിലാകുന്നത് കേരളത്തിൽ നിന്നാണ് എന്ന തരത്തിലാണ് പ്രചാരണം. ചുരുങ്ങിയ പക്ഷം ChatGPTയോടെങ്കിലും തിരക്കിയാൽ അറിയാൻ സാധിക്കുന്ന ഒരു വിവരത്തെക്കുറിച്ചാണ് ഇത്ര ആധികാരികമായി രാജീവ് ചന്ദ്രശേഖർ വിഡ്ഢിത്തം പറഞ്ഞത് എന്ന് ഓർക്കണം.
കേരളത്തിൽ നിന്ന് ധാരാളം യുവാക്കൾ പഠനത്തിനും ജോലിക്കും മറ്റുമായി പുറത്തു പോകുന്നുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ കേരളത്തിൽ നിന്നാണോ ഈ കുടിയേറ്റം കൂടുതൽ നടക്കുന്നത്? അല്ല, BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നാണ്. ഇനി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ കണക്ക് പ്രകാരമാണ് എങ്കിൽ വിദേശത്ത് ജനിക്കുന്നത് കൊണ്ട് ശിശുമരണ നിരക്ക് കുറയുമെങ്കിൽ അത് കുറയേണ്ടത് ഉത്തർപ്രദേശിലല്ലേ? പക്ഷേ എന്താണ് വസ്തുത? ഏറ്റവും അധികം കുടിയേറ്റം നടക്കുന്നതും UP യിൽ നിന്ന്. ഏറ്റവും അധികം ശിശുമരണ നിരക്കുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നും UP. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കൂ രാജീവ് ചന്ദ്രശേഖറിന്റെ കണക്കുകൾ. UP കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം മൈഗ്രേഷൻ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ രണ്ടാമത് ബീഹാറാണ്. 3 രാജസ്ഥാൻ, പിന്നെ ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, അങ്ങനെ നീണ്ടുപോകുന്ന കണക്ക്. അങ്ങനെ നോക്കിയാൽ പോലും ആദ്യ 5-ൽ പോലും കേരളം ഉണ്ടാകില്ല. മലയാളികൾ പുറത്തു പോയിട്ടുണ്ട്, ഇപ്പോഴല്ല മുൻപും. VK കൃഷ്ണമേനോന്റെ കാലത്തടക്കം. അതിന്റെ ഗുണവും കേരളത്തിനുണ്ടായി. ലോകാരോഗ്യ രംഗത്ത് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച സംസ്ഥാനമാണ് ഇന്ന് കേരളം. ശിശുമരണ നിരക്കിൽ അമേരിക്കയടക്കം മറികടന്നിട്ടുണ്ട് ഫിൻലൻഡ്, നോർവേ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെയാണ് ഇനി മറികടക്കാനുള്ളത്. ഈ വസ്തുതകളെല്ലാം കൺമുന്നിൽ നിൽക്കെ രാജീവ് ചന്ദ്രശേഖരുടെ ഈ കള്ളപ്രസ്താവന പൊളിച്ചെടുക്കേണ്ടത് തന്നെയല്ലേ?